നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആറ്റുകാലമ്മയുടെ ഒരു പരമഭക്തയാണ് ശ്രീമതി ബിന്ദു ഇടയില്ലം. ബിന്ദുജി കാസർഗോഡ് സ്വദേശിയാണ്. കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി UAE സെറ്റിൽഡ് ആണ്. അവിടെ റെസിഡന്റ് ആണ്. ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരിയാണ്. അതിലുപരി ഒരുപാട് ഹൈന്ദവ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ആറ്റുകാലമ്മയുമായി ബന്ധപ്പെട്ട് ഉള്ള ബിന്ദുജിയുടെ അനുഭവങ്ങളാണ് ബിന്ദുജി ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നത്. സ്വാഗതം ബിന്ദുജി. നമസ്തേ ലക്ഷ്മിജി, സന്തോഷം. ആറ്റിങ്ങൽ അമ്മയുടെ കാര്യം പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ എത്തിയതേ ഉള്ളൂ ദുബായിൽ നിന്ന്. അപ്പം രാത്രി ലേറ്റ് ആയി, എന്നാലും കുഴപ്പമില്ല. എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്നില്ല, ഒരു താല്പര്യത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. 3 വർഷം മുന്നേ കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ വന്ന് പൊങ്കാല ഇടണമെന്ന്. പക്ഷെ എങ്ങനെയോ സാധിക്കുന്നില്ല. കാരണം എനിക്ക് ആരും അറിയില്ല തിരുവനന്തപുരത്തിൽ അവരെയൊന്നും. പക്ഷെ കുറെ ആൾക്കാരെ അറിയുമെങ്കിലും എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആ സമയത്താണ് എൻ്റെ വേദ ഗ്രൂപ്പിൽ പഠിക്കുന്ന ഒരു കുട്ടി അതിന് ഒരാഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദുജി ഞാൻ പോവാണ്, വരുന്നുണ്ടോന്ന്. ഇങ്ങനെ ശരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംഭവം ഒരു കുട്ടി ഒരാഴ്ചക്കുള്ളിൽ വരുന്നോന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, എല്ലാ ബിസിനസ്സും എല്ലാം മാറ്റി വെച്ച് യെസ് എന്ന് പറഞ്ഞു. അതെൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വന്ന അനുഭവം എന്ന് വെച്ചാൽ അമ്മയുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ എനിക്ക് രാവിലെയും രാത്രിയും ഒക്കെ അവിടെ തന്നെ അടുത്ത വീട്ടിൽ തന്നെ ഭാഗ്യം ഉണ്ടായി. അമ്മയുടെ അടുത്തുനിന്ന് തന്നെ പോയിട്ട് അത്രയും തിരക്കുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞും ടി വിയിലൊക്കെ കണ്ട എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അത് എനിക്ക് എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. കാരണം ഫിസിക്കലി ഒരുപാട് പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ പോയി എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അമ്മയുടെ ഭക്തിയാണ്. എന്നും ആ സമയത്ത് എന്നും ഓർക്കും, ഈശ്വര എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ എത്തണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് ആ കുട്ടി എനിക്ക് നേടിത്തന്നു. അതും അത്രയും സ്പിരിച്വലി ഇൻവോൾവ് ചെയ്ത് ഞങ്ങൾ അതൊക്കെ ചെയ്തു വന്നു. പിന്നത്തെ വർഷം അപ്പം എൻ്റെ അന്ന് പോകുമ്പോൾ ഞാൻ അടുത്ത വർഷവും ഞാൻ എത്തണം എന്നുള്ളത്. അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഈ പ്രാവശ്യം 3-ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വരാൻ പറ്റില്ല, അവിടെ ചേച്ചിമാർ എനിക്ക്. അപ്പം അവിടെ ആ വീട്ടിലും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ അടുത്തുള്ള, അതിനേക്കാളും അടുത്തുള്ള വീട്ടിൽ എനിക്ക് കിട്ടി. അതും അങ്ങനെ എത്തിച്ച പോലെയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴും അതുപോലെ തന്നെയുള്ള ഒരു വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ അവിടെ എത്തി. അമ്മേനെ രാവിലെ തന്നെ പോയി തൊഴുതു. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഭയങ്കര ചൂടും വെയിലൊക്കെ ആണെങ്കിലും എൻ്റെ ആരോഗ്യ പ്രശ്നമൊന്നും എന്നെ ബാധിക്കാതെ ഞാൻ അതെല്ലാം ചെയ്ത് പെട്ടെന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തപ്പോൾ ഓക്കെ ആയി. അത് കഴിഞ്ഞ് പോവണമല്ലോ, പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരുമായിരുന്നു. 2 ദിവസത്തേക്ക് മാത്രമായിട്ട് വന്നേ. അപ്പം വീട്ടിൽ നിന്ന് പോവാം. ആ പോണ വഴി നോക്കുമ്പോഴേക്ക് കഴിഞ്ഞതിനേക്കാളും കൂടുതലായിരുന്നു ഈ ലാസ്റ്റ് ഇയറിൻ്റെ ആൾക്കൂട്ടം. അപ്പം അവർ പറഞ്ഞു രാത്രി 11 മണിക്കേ പോകും. അപ്പം എനിക്ക് ഫ്ലൈറ്റ് മിസ് ഔട്ട് ആവും, അപ്പം പ്രോബ്ലം വരും എന്നൊക്കെ ആകെ ഒരു ടെൻഷനിലായിരുന്നു. പിന്നെ അമ്മേനെ തൊഴാനും പറ്റൂല എന്നുള്ള ഒരു ഷുവറില്ല. അങ്ങനെ ആയിരുന്നു എൻ്റെ സ്ഥിതി ആ സമയം. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും എന്നെ അവിടെ ഒരു പോലീസിനെ കണ്ടു. അവർ ചോദിച്ചു അമ്മയുടെ അടുത്ത് തൊഴണമെന്ന് പറഞ്ഞ് ഒരു വഴി എനിക്ക് തുറന്നു തരുന്ന പോലെയായിരുന്നു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അമ്മയ്ക്ക് ഇത്രയും കടാക്ഷം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ, ഞാനൊരു ബോംബെയിലൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും നേരെ പോയി അമ്മയുടെ തൊട്ട് മുന്നേ ഒരു ക്യൂ ഇല്ലാണ്ട് പോയി തൊഴുതിട്ട് വന്നു. കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോഴേ പകുതി വഴി വരെ നടന്നു. പിന്നെ നടക്കാൻ പറ്റുന്നില്ല, പ്രഷറൊക്കെ BP ഒക്കെ ഹൈ ആയി. അപ്പം ഞാൻ ഓർത്ത് ചിലപ്പോൾ അവിടെ വീണു പോവും. നോക്കുമ്പോൾ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസ് പറഞ്ഞു ഇവിടെ ആംബുലൻസിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്ക് BP നോക്കുമ്പോൾ 120/160 ആയിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ എൻ്റെ കൂടെ വന്ന് ചേച്ചിയെല്ലാം വന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴും അയ്യോ എനിക്ക് പോവണ്ടേ, ഇനിയും വരണം എന്നില്ല, ഒരു പോവാൻ പറ്റാത്തൊരു വിഷമായിരുന്നു. എൻ്റെ BP അല്ലായിരുന്നു അവിടുത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് അമ്മേനെ ഇനിയും കാണണം എന്നാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തിയപ്പോൾ അവർ വീൽ ചെയറും, കാരണം ഇത്രയും BP ഉള്ള ആളല്ലേ, വീൽ ചെയറിൽ കൊണ്ടുവന്ന് കൂടെ എനിക്ക് വലിയ ആരും ഇല്ല സപ്പോർട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് BP എല്ലാം നോർമൽ. അപ്പൊ അവർ ചോദിച്ചു നിങ്ങൾക്ക് തന്നെയാണോ BP ഉണ്ടായത്, ഇതെല്ലാം നോർമൽ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇത് അമ്മയുടെ ഓരോരോ പരീക്ഷണങ്ങളില്ലേ. കാരണം ഇത്രയും രാവിലെയും തൊഴാൻ പറ്റി, ഉച്ചയ്ക്കും തൊഴാൻ പറ്റി,
പോയിട്ട് നടക്കുന്നില്ലാതാക്കിയിട്ട് ആംബുലൻസിൽ എന്നെ അവിടം വരെ എത്തിച്ചു. അതൊക്കെ എനിക്ക് ഇപ്പോഴും അത് ഇത്തവണ അങ്ങനെ എനിക്ക് ഒട്ടും ഓഫീസിൽ നിന്ന് എവിടുന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ എല്ലാം മാറ്റിവെച്ച് ഞാൻ 2-3 ദിവസത്തേക്കായിട്ട് വന്നേക്കുകയാണ്. കാരണം അതൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചിലപ്പോൾ ചൂടോ ഒന്നുമല്ല. ഇപ്പൊ ചിലപ്പോൾ തീയന്നകത്തേക്ക് വന്നാലും നമ്മളെ അത് ബാധിക്കൂല. അങ്ങനെയായിട്ടാണ്. കാരണം അത്രയും ഭക്തിയാണ് ഞാൻ. അതുകൂടാതെ അമ്മയുടെ അനുഗ്രഹം അതുപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു അനുഭവം എങ്ങനെ പറയണം എന്നല്ല, അത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവോന്ന് എനിക്കറിയില്ല. പോയവർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അത് പറഞ്ഞാൽ ഇത്രയും ദൂരമുള്ള നീ എന്തിനാ ഈ വയ്യാണ്ട് പോണെന്നൊക്കെ പല ആളും ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴും ഞാൻ ചിരിച്ചോണ്ട് പറയും അതൊരു എക്സ്പീരിയൻസ് ആണ്. അമ്മേനെ കാണുവാന്ന് അവിടെ പോയിട്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇനിയും ഇപ്പൊ ഈ പ്രാവശ്യം വരുമ്പോഴും ഞാൻ പറയും എനിക്ക് അടുത്ത പ്രാവശ്യം വേണം. ചിലപ്പോൾ പറ്റില്ലായിരിക്കും ഹെൽത്ത് വൈസ്. പക്ഷെ അമ്മ അവിടെ എത്തിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരിക്കലും ഞാൻ വരാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ എനിക്ക് എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയുള്ളൊരു സന്തോഷമാണ് ഇപ്പോ. ഇനി 2 ദിവസത്തെ നാളെയും മറ്റന്നാളും അത് കഴിയാൻ വേണ്ടി ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എന്റെ. താങ്ക് യു. ഈ സന്തോഷം, 3 ഒരുപാട് വർഷത്തെ സന്തോഷം. കാരണം പൊങ്കാലയുടെ ഇവിടെ തിരുവനന്തപുരം 3 വർഷത്തെ പൊങ്കാലയ്ക്കും ഒരേപോലെയുള്ള അനുഭവങ്ങളായിരുന്നോ? അതോ ആദ്യത്തെ പൊങ്കാല എങ്ങനെയായിരുന്നു? അതൊക്കെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ആദ്യത്തെ പൊങ്കാലയില് ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ല. എല്ലാം എന്താണെന്നില്ല. നമ്മൾ 3-4 പേര് ദുബായിൽ നിന്ന് ഒന്നിച്ച് വന്നതായിരുന്നു. അപ്പൊ ആയിരിക്കും അവിടെയില്ല കുട്ടികള് നമ്മളെല്ലാരും ലളിത സഹസ്രനാമം രാവിലെ എല്ലാ ഫാസ്റ്റിംഗ് എടുത്തിട്ടൊക്കെയാണ് നമ്മളെല്ലാ ഇതിപ്പോ 7 ദിവസമാണെങ്കിലും ചിലവർ ഒന്നും കഴിക്കാതൊക്കെ വന്നവരുണ്ട്. പക്ഷെ ഞാൻ 7 ദിവസം വ്രതം എടുത്തിട്ടുണ്ട്. പക്ഷെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നേരമെങ്കിലും കഴിക്കുന്നുണ്ട്. അപ്പൊ വന്നപ്പോ ഭയങ്കര ഒരു കാരണം പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ എല്ലാം പഠിച്ചു വരും. കഴിഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. കാരണം നമുക്ക് കിട്ടിയ സ്ഥലവും അതായിരുന്നു. പക്ഷെ എന്നാലും ആ ചൂടൊന്നും നമ്മൾ ഏൽക്കുന്നില്ല. ഐ മീൻ ഫുള്ള് ഇതായെങ്കിലും നമുക്ക് അതൊന്നും ഏൽക്കാതെ ഒരു ഫീൽ. കഴിയുന്ന വരെ നമ്മൾ അമ്മ അവിടെ പിടിച്ചിരുത്തുന്ന പോലത്തെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ഷീണം തോന്നുള്ളൂ. അപ്പൊ ഏതാണ് നല്ല എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനല്ല. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഓരോ പ്രാവശ്യം വരുമ്പോ ഒന്നിലൊന്ന് ഇങ്ങനെ കൂടി. ഇനി അടുത്ത എക്സ്പീരിയൻസ് അമ്മ എന്തൊക്കെയാണ് അവിടെ കാണിക്കാൻ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയുള്ളൊരു അനുഭവമാണത്. അത് പറഞ്ഞാലറിയാം, അറിയിക്കാൻ അറിയില്ല ലക്ഷ്മി. അത്ര സത്യമാണ്. സന്തോഷാണ്. കാരണം അതെ, പറയൂ. കണ്ണീന്ന് വെള്ളം വരും അമ്മയുടെ കാര്യം അമ്മയുടെ കാര്യം തീർച്ചയായിട്ടും. അമ്മ ഒരു ഞാൻ അനുഭവം ഒരുപാട് തന്നെയാണ് അല്ലേ? ഒരുപാട് അനുഭവം കാരണം ദേവി ഭക്തിയും എല്ലാ എനിക്ക് കൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഗുരുവായൂർ പോവും. അവിടെ അതുപോലെ അനുഭവമായിരുന്നു 2 വർഷം ഉണ്ടായ. അപ്പൊ എന്താന്നറിയില്ല, അതൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എത്തുന്നല്ലോ ഇവിടുന്ന് ഇത്രയും ദൂരത്തുനിന്ന് നമുക്ക് എത്താൻ കറക്റ്റ്. പറ്റുന്നുണ്ടല്ലോ. അതന്നെ വലിയൊരു അതാണ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എന്തായാലും വിചാരിച്ചാലും പല സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റൂല. അതും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് സത്യം. നമ്മളെ ബാധിക്കും. എന്നുവെച്ചാൽ ആരോഗ്യവും സാഹചര്യവും എല്ലാം പ്രതികൂലമായിരുന്നിട്ടും ഇത്രയധികം ദൂരം ഒന്നും കാര്യമാക്കാതെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാനും അമ്മയുടെ മുമ്പിൽ അമ്മയുടെ മണ്ണിൽ തന്നെ പൊങ്കാലയിടാനുമായിട്ട് ഇത്രയധികം ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏതോ ഒരു ശക്തി അവരെ നയിക്കുന്നുണ്ട്, അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം തന്നെയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ബിന്ദുജി ഇത്രയധികം ദൂരത്ത് നിന്ന് കാസർഗോഡുകാരിയാണ്. ദുബായിൽ കഴിഞ്ഞ 32 വർഷമായി ബിസിനസ് സ്വന്തമായി ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരിയാണ്. എന്നിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി ആറ്റുകാൽ അമ്മയോടുള്ള ഭക്തി കൊണ്ട് എത്തിയിരിക്കുന്ന ഞങ്ങളോടൊപ്പം ഈ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ബിന്ദുജി. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ.